മകളായിക്കൊണ്ട് കാണാൻ പറ്റണം. എൻ്റെ മകൻ 4 വയസ്സായപ്പോ 3 വയസ്സായപ്പോ മുറ്റത്ത് ഇറങ്ങി കളിച്ചില്ലേ? ഈ കളിക്കണത് ഞാൻ കണ്ട് ആസ്വദിച്ചില്ലേ? ചെളിയിലൊക്കെ പെരണ്ട് ഇങ്ങനെ മണ്ണിലും പൊടിയിലും കളിക്കുമ്പോ, ഓൻ സൈക്കിൾ അവിടെ കളിക്കുമ്പോ, ഓന് ക്രിക്കറ്റ് കളിക്കുമ്പോ, ഓൻ ഫുട്ബോൾ കളിക്കുമ്പോ ആസ്വദിച്ചൊരു ഉമ്മയാ ഞാന്. ഈ ആസ്വാദനം അവൻ നാളെ കല്യാണം കഴിച്ച് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മനും വാപ്പനെയൊക്കെ ഉപേക്ഷിച്ച് അവനെയും എന്നെയും വിശ്വസിച്ച് എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയും ഈ മകനും സന്തോഷിക്കുമ്പോൾ അവന് 4 വയസ്സായപ്പോൾ ഞാൻ ആനന്ദിച്ച അതേ ആനന്ദം എനിക്ക് ഉണ്ടാവണം, അതേ സന്തോഷം എനിക്ക് ഉണ്ടാവണം. അല്ലാണ്ട് എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ചെത്തി മാന്തി വാരി കോരിയിട്ടല്ല ഓക്ക് കൊടുക്കുന്നത്. സ്നേഹത്തിന് അളവുണ്ടെണ്ണയാളെ. പടച്ചോൻ പറഞ്ഞു തന്നെ എന്താ, ഈ കണ്ട വെള്ളമൊക്കെ കൂടെ എടുത്താൽ, കടൽ മുഴുവൻ എടുത്താൽ അതിലൊരു വിരലിട്ട് ഇങ്ങനെ പൊക്കിന്ന് വിചാരിക്കാം, ഒരു തുള്ളി അതൊന്ന് ചാടൂലേ? ആ ഒരു തുള്ളി സ്നേഹം മനുഷ്യന്മാരെ ഇങ്ങൾക്കിടയിൽ ഞാൻ തന്നിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്. അതിൻ്റെ അർത്ഥം എന്താ? സ്നേഹത്തിന് അളവില്ലേ? സ്നേഹത്തിന് അളവിൽ നമ്മളെ കുട്ടികൾക്ക്, നമ്മൾ പ്രസവിച്ച് വളർത്തിയ മക്കൾക്ക് നമ്മളെ ഇഷ്ടം തന്നെയാ. കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് നമ്മളെ മക്കളല്ലാണ്ടായി മാറണില്ല. അതുകൊണ്ട് മക്കളെയും മരുമക്കളെയും അകറ്റാനുള്ള ശ്രമം ഉണ്ടാവാൻ പാടില്ലേ. കയ്യിൽ തസ്ബീമാലയൊക്കെ ഉണ്ടാവും ഇല്ലേ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 വട്ടം അങ്ങനെ ചൊല്ലുണ്ടാവും. എന്നിട്ട് ഓള് ചെയ്യണ കുറ്റും കുറവ് നോക്കി നിൽക്കുക. തെറ്റാണെന്ന് പറയണത്, തെറ്റാണ്. ദീനില് എല്ലാ മതങ്ങളിലും തെറ്റാണ്. അത് ഭഗവത്ഗീതയാണെങ്കിലും അത് ബൈബിൾ ആണെങ്കിലും പരിശുദ്ധ ഖുർആൻ ആണെങ്കിലും ഒക്കെ പറയണത് ഇതാണ് അല്ലെ. ദൈവം കൂടിയിരിക്കുന്നത് മനുഷ്യരിലാണ് എന്നാണ് ഭഗവത്ഗീത പറയണത്, ബൈബിൾ പറയണത്, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇല്ലേ. പടച്ചോനിരിക്കുന്ന നമ്മൾ നന്നായാലേ പടച്ചോനെ കാണാൻ പറ്റുള്ളൂ, ആ പടച്ചോന്റെ സ്വർഗം കിട്ടുള്ളൂ, ജീവിതം നന്നാവുള്ളൂ. അത് മാത്രമല്ല ഇവിടെയും വേണ്ടേ സ്വസ്ഥത. നിങ്ങൾ ആലോചിച്ചോക്കി, ഈ ഉമ്മാന്റെ മനസ്സ് എന്തേക്കാറ്? ഈ ഉമ്മാക്ക് രാത്രി കിടക്കുമ്പോൾ പടച്ചോനെ നാളെ ഞോളത്തെ ചുക്കാപ്പി ഉണ്ടാക്കി കൊടുക്കുമോ? ഈ ചിന്തയിലല്ലേ ഉറങ്ങേണ്ടത് അല്ലേ? മരുക്കളെങ്ങാനും ഉമ്മ ബാപ്പാനോട് അറ്റാച്ച്ഡ് ആവുമോ? ഈ ഒരു ചിന്ത ആലോചിച്ച് കടന്നുറങ്ങുക, വേറെ വല്ല പണിയില്ലേ? അപ്പൊ ആലോചിക്കട്ടോ, പക ഉണ്ടോന്ന്. പടച്ചോനെ 20 വർഷം മുമ്പ് ഓള് ചെയ്തത് ഞാൻ അപ്പോഴും ഇടയ്ക്ക് ആലോചിക്കലില്ലേ? സോറി ഒക്കെ മായ്ച്ചങ്ങോട്ട് കളയാം. ഓക്ക് പുറത്തു കൊടുക്കുന്നേ, ഓളോളെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ അല്ലേ? അല്ലെങ്കിൽ ഓരോ സ്വഭാവം കൊണ്ട് അവരങ്ങനെ പറഞ്ഞതല്ലേ?